ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തു സ്നേഹത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷ ദർശനം നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വവും ക്രിസ്തുവിൻ്റെ തിരുവുദ്ധാനവും അവൾക്ക് വെളിപ്പെടുത്തുന്നു. ഈ ലോകത്ത് അത്ര നന്മയുടെ പ്രതീകമായിരുന്നില്ല മഗ്ദലന മറിയം. ലോകദൃഷ്ടിയിൽ കുറവുകൾ ഏറെയുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ ക്രിസ്തുവിനാൽ ഈ ഭൂമിയിൽ സ്നേഹിക്കപ്പെട്ട വ്യക്തിയായിരുന്നു അവൾ. ക്രിസ്തുവിൻ്റെ സ്നേഹവും ആ സ്നേഹത്തിൻ്റെ ആഴം അറിഞ്ഞപ്പോൾ ഇന്നലകളുടെ അവളുടെ പാപപങ്കുലമായ ജീവിതം ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അവൾ ഒന്നായി ചേർന്നു. പിന്നീട് ഒരിക്കലും തിരിച്ചു പോകാത്ത വിധം അവൻ ക്രിസ്തുവിനോടൊപ്പം ഉണ്ടായിരുന്നു. അവളുടെ സ്നേഹവും ആ സ്നേഹത്തിൻ്റെ ആഴവുമാണ് ഇന്ന് സുവിശേഷത്തിൽ നാം കാണുക. കർത്താവായ യേശുവിനെ അന്വേഷിച്ച് അവൾ അതിരാവിലെ ശവകുടീരത്തിങ്കിലേക്ക് വരികയാണ്. അപ്പോൾ രാത്രിയായിരുന്നു. പ്രഭാതം പൂർണ്ണമായി പ്രകാശപൂരിതമായില്ലായിരുന്നു. എങ്കിലും ഉള്ളിലെ അവളുടെ വെട്ടത്താൽ അവൾ യേശുവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുന്നു. യേശു അവളോട് സംസാരിക്കുന്നുണ്ട്. ഒപ്പം ഒരു വലിയ പ്രേക്ഷിത ദൗത്യവും യേശു അവളെ ഭരമേൽപ്പിക്കുന്നു. നീ പോയി എൻ്റെ സഹോദരങ്ങളോട്, ശിഷ്യഗണത്തോട് കർത്താവായ യേശു സത്യമായി ഉദ്ധാനം ചെയ്തുവെന്ന് പ്രഘോഷിക്കുവാൻ, പങ്കുവയ്ക്കുവാൻ. എന്നാൽ മഗ്ദലന മറിയത്തിൻ്റെ വാക്കുകേട്ട് അവർ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിൽ അവർ സംശയം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുക. അത് ഏറെ വേദനാജനകമായ അനുഭവമായി ക്രിസ്തു സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ ലോകത്ത് ക്രിസ്തു സ്നേഹിച്ചവരും ക്രിസ്തുവിനെ സ്നേഹിച്ചവരും ക്രിസ്തുവിനോടൊപ്പം നടന്നവരും യേശുവിൻ്റെ ഉദ്ധാനത്തിൽ അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഉൾക്കൊള്ളുകയോ ക്രിസ്തുവിനെ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. ഒരുപക്ഷെ മരിച്ച മനുഷ്യൻ വീണ്ടും ജീവിക്കുമെന്നത് മാനുഷിക സങ്കല്പങ്ങൾക്ക് അതീതമായതുകൊണ്ടാകാം അവരുടെ ഉള്ളിൽ ഏറെ സംശയങ്ങൾ ഉണ്ടായത്. ഇന്നോളം മരിച്ച ശേഷം ഒരു മനുഷ്യൻ വീണ്ടും ജീവിച്ചു എന്ന് കേട്ടിട്ടില്ല. എന്നാൽ ഇതാ ഇവിടെ അനേക ആയിരങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു അവൻ സത്യമായി ജീവിച്ചിരിപ്പുണ്ട് എന്ന്. ക്രിസ്തു ഉദ്ധാനം ചെയ്ത ശേഷം തൻ്റെ തിരുമുറിവുകൾ കാട്ടി അവർക്ക് വിശ്വാസത്തിൻ്റെ ബലം നൽകുന്നുണ്ട്. ഇത് ഞാനാണ് എന്ന് യേശു ആവർത്തിച്ച് പറയുകയും യേശുവിൻ്റെ തിരുമുറിപ്പാടുകൾ അവർക്ക് അടയാളമായി നൽകുകയും ചെയ്യുന്നു. അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടല്ലാതെ വിശ്വസിക്കാത്ത സംശയത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ മുറിപ്പാടുകൾ ക്രിസ്തുവിന് ആവശ്യമായി വന്നു. മുറിവേറ്റ് ക്രിസ്തുവാണ് ഭൂമിക്ക് രക്ഷ നൽകിയത്. അതുകൊണ്ട് തന്നെ അവൻ്റെ മുറിപ്പാടുകൾക്ക് അർത്ഥമുണ്ട്, അവിടെ രക്ഷയുടെ അഭയവുമുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗം യേശു തൻ്റെ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. കാരണം താൻ അനേകർക്ക് പ്രത്യക്ഷ ദർശനം നൽകുകയും അവരെ അറിയിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടും അവർ വിശ്വസിച്ചില്ല. അവർ സംശയത്തോടുകൂടി ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തെ കണ്ടു. അതിലാണ് ക്രിസ്തു കലഹിക്കുക. എങ്കിലും യേശു അവരോട് പറയുന്നു, നിങ്ങൾ പോയി ലോകമെങ്ങും എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അവർ ധൈര്യപ്പെടുത്തുകയാണ്. ഒരു സുവിശേഷ ദൗത്യം അവരെ ഭരമേൽപ്പിക്കുകയാണ്. നോക്കൂ, ഇമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം കൂടെ നടന്നുകൊണ്ട് ക്രിസ്തു അവർക്ക് വചനം വ്യാഖ്യാനിച്ച് നൽകി. ആ വചനം വ്യാഖ്യാനിച്ച് നൽകി ഒടുവിൽ അവരെത്തേണ്ടിയിരുന്ന സ്ഥലത്തെത്തിയപ്പോൾ ക്രിസ്തു മുന്നോട്ട് പോകുന്നതായി ഭാവിച്ചു. എന്നാൽ അവർ നിർബന്ധപൂർവ്വം ക്ഷണിച്ചു, നാഥ, പകൽ അവസാനിക്കാറായി, രാത്രി ആരംഭിച്ചിരിക്കുന്നു, കൂടെ വസിച്ചാലും. അങ്ങനെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ക്രിസ്തു അവരോടൊപ്പം താമസിക്കുവാൻ കയറുന്നു. യേശുവിൻ്റെ കൈകളിലേക്ക് അവർ അപ്പം നൽകി. യേശു അത് ആരാധ്യനായ ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തി ആശീർവദിച്ച് മുറിച്ച് നൽകിയപ്പോൾ അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. ഉടനെ യേശു അപ്രത്യക്ഷനായി എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുക. എന്നാൽ ക്രിസ്തു അപ്രത്യക്ഷനാവുകയല്ല, മറിച്ച് അപ്പത്തിലേക്ക് രൂപാന്തരപ്പെടുകയായിരുന്നു. അതിന് ഏറ്റവും വലിയ തെളിവെന്തെന്നോ, ക്രിസ്തുവിൻ്റെ കൃപയുടെ സാന്നിധ്യം അനുഭവിച്ച അവർ, യേശു മുറിച്ചു നൽകി അപ്പം ഭക്ഷിച്ച അവർ ധൈര്യമുള്ളവരായി, ധീരതയുള്ളവരായി. അവർ തിരികെ ജെറൂസലേമിലേക്ക് ആ രാത്രിയിൽ തന്നെ 11 കിലോമീറ്റർ നടന്ന് അവരുടെ സന്തോഷം അവരെ അറിയിക്കുകയാണ് ചെയ്തത്. നോക്കൂ, ഈ കാലഘട്ടത്തിൽ ക്രിസ്തു സാക്ഷികളായി തീരാനുള്ള നമ്മുടെ ദൗത്യത്തെ സുവിശേഷം ഓർപ്പെടുത്തുകയാണ്. നമുക്കും സ്നേഹത്തോടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനും
അവൻ സത്യമായി ഉദ്ധാനം ചെയ്തുവെന്ന് ഏറ്റുപറയുവാനും സാധ്യമാകട്ടെ. ആരാണ് ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നതെങ്കിലും അവരുടെ സാക്ഷ്യത്തിൻ്റെ പിന്നിൽ ക്രിസ്തുവിൻ്റെ സ്നേഹചൈതന്യമുണ്ടെന്ന് തിരിച്ചറിയാൻ നമുക്ക് കൃപാവരം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.